അത്യാവശ്യം മാത്രം പഠിക്കാൻ കഴിവുള്ള ഞാൻ 10ാം ക്ലാസ് കഷ്ടിച്ച് പാസ്സായി എൻ്റെ പഠന ജീവിതം ഞാൻ നിർത്തുക ചെയ്തത്. മദ്യപാനം അങ്ങനെ വലിയ മദ്യപാനം അല്ലെങ്കിലും വർഷത്തിലൊരു 3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ 4 പേര് ചേർന്നിരുന്ന് ഷെയർ ഇട്ട് കുടിക്കാൻ തുടങ്ങും. അമ്മയുടെ കണ്ണീര് നിർത്തണമെങ്കിൽ 2 ഓപ്ഷനാണ് എൻ്റെ ഈശോക്ക് മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ എന്നെ അമ്മയ്ക്ക് തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ അമ്മയെ ഈശോടത്തേക്ക് കൊണ്ടുപോകണം. പ്രിയമുള്ളവരെ, ഞാൻ ആ അപ്പൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയാം, അപ്പ എൻ്റെ ജീവിതമാണ്, എന്നെ ദൈവം വിളിച്ചതാ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. തീവ്രമായിട്ട് നീ ആഗ്രഹിച്ചാൽ നിനക്ക് തരും എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൻ്റെ അടയാളമാണ് ഈ ഉടുപ്പ്. വിശ്വസിയായിരിക്കട്ടെ. എൻ്റെ പേര് സിബി റോസറി കപ്പൂച്ചിൻ. ഞാൻ ആലപ്പുഴ രൂപതാംഗമാണ്. സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് വെള്ളാപ്പള്ളിയാണ് എൻ്റെ ഇടവക. എൻ്റെ വീടും ആലപ്പുഴ തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും 4 മക്കളുമാണ് ഞങ്ങൾ. എനിക്കുള്ളത് 3 സഹോദരിമാരാണ്. ഒരാൾ കല്യാണം കഴിച്ചു മാറി താമസിക്കുന്നു, 2ാമത്തെ ആൾ സിസ്റ്ററാണ്, 3ാമത്തെ ആൾ ഇപ്പോൾ വീട്ടിലുണ്ട്. എൻ്റെ ബാല്യം എനിക്ക് ഓർമ്മ വരുന്നത് എന്നെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയ എൻ്റെ അപ്പനും അമ്മയുമാണ്. കാരണം ഞാൻ ജനിച്ചതൊരാണാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈശോയെ, ഈ മകൻ ലോകത്തിൻ്റെ തിന്മകളിൽപ്പെട്ട് ജീവിക്കുമെങ്കിൽ അവനെ നീ ഇപ്പം തന്നെ എടുത്തേക്കണമെന്നുള്ള പ്രാർത്ഥന അമ്മ പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയത്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മ, എന്നെ ഒരുപാട് നോക്കുകയും കാത്തുപരിപാലിക്കുന്ന 3 പെങ്ങന്മാർ, അപ്പൻ, അതടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത്. അത്യാവശ്യം മാത്രം പഠിക്കാൻ കഴിവുള്ള ഞാൻ അവരോടൊപ്പം വളരുകയും 10ാം ക്ലാസ് കഷ്ടിച്ച് പാസ്സായി എൻ്റെ പഠന ജീവിതം ഞാൻ നിർത്തുക ചെയ്തത്. കാരണം പഠിക്കാൻ മോശമായതിനാൽ എനിക്ക് മുമ്പോട്ട് പഠിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ അപ്പനെ സഹായിക്കണമെന്നും ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ എൻ്റെ പഠിത്തം നിർത്തുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ 2 മാസത്തെ അവധിക്കു ഞാൻ വീട്ടിൽ വരുമ്പോൾ അപ്പൻ എന്നെ കൊണ്ട് കയർ ഫാക്ടറി ജോലിക്ക് പോകാറുണ്ട്. പിന്നെ അപ്പൻ്റെ ജോലി മേഖല മാറിയപ്പോഴത്തേക്ക് അപ്പൻ എന്നെ കൊണ്ട് തടി വെട്ടാനും മരം മുറിക്കാനും അങ്ങനെ ഫർണിച്ചർ മേഖലയിലേക്ക് അപ്പനെ കൊണ്ടുപോയിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ആദ്യം പോയതും അപ്പൻ്റെ കൂടെ തന്നെയാണ്. കയർ മേഖലയിൽ തയ്ക്കാനായിട്ട് അപ്പൻ്റെ കൂടെ ജോലിക്ക് പോവുകയാണ്. അങ്ങനെ ആ ജോലിയിൽ നിൽക്കുന്ന അവസ്ഥയിലാണെന്നാണ് എനിക്ക് ആ ജോലി സ്ഥിരത കിട്ടുന്നില്ല. വീണ്ടും ഞാൻ അപ്പൻ എന്നെ കൊണ്ടുപോയി മേശരിപ്പണി പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കി, അവിടെ നിന്നില്ല. ആശാരിപ്പണി പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കി, അവിടെ നിന്നില്ല. വെൽഡിങ്ങിനെ വിട്ടു, അവിടെ നിന്നില്ല. പിന്നെ ഞാനിങ്ങനെ പല ജോലികൾ മാറി പോകുക. ഞാൻ തന്നെ LIC ഏജൻസി എടുത്തു, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഏജൻസി എടുത്തു. പിന്നെ ഞാൻ പല മേഖലയിൽ ഇങ്ങനെ ജോലി ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് അമ്മ എന്നോട് പറയുന്നത്, ജോലിയിലൊരു സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് നീ ആലപ്പുഴ കത്തീഡ്രൽ തന്നെയുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഷാലോം ഗോസ്ബൽ ടീം, ഡൊമിനിക് ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഷാലോം ഗോസ്ബൽ ടീമിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആദ്യത്തെ ആത്മീയ ജീവിതം തുടങ്ങുന്നത് ഞങ്ങളുടെ രൂപതയിലെ കത്തീഡ്രൽ ഇടവകയിലെ ഷാലോം ഗോസ്ബൽ ടീമിൻ്റെ ആ പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പോകാനുണ്ടായ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സ്ഥിരതയില്ലായ്മ, ജോലിയിൽ പോയിട്ട് ഒരിടത്തും സ്ഥിരമായിട്ടൊരു ജോലി കിട്ടുന്നില്ല. 2ാമത്തെ കാരണം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് മദ്യപാനം തുടങ്ങി. മദ്യപാനം അങ്ങനെ വലിയ മദ്യപാനം അല്ലെങ്കിലും വർഷത്തിലൊരു 3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ 4 പേര് ചേർന്നിരുന്ന് ഷെയർ ഇട്ട് കുടിക്കാൻ തുടങ്ങും. പിന്നെ ആരുടെയെങ്കിലും കല്യാണ വീടുകളൊക്കെ പോകുമ്പോഴൊക്കെ ഉള്ള ഫംഗ്ഷന് കിട്ടുന്ന മദ്യമൊക്കെ കുടിക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിതം ആപ്പാടെ മോശമായിട്ട് പോയൊരു സിറ്റുവേഷനാണ്. പ്രിയമുള്ളവരെ, ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രെയർ ഗ്രൂപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ ആ പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ കത്തീഡ്രലിൽ കൊന്തയും കരുണക്കൊന്തയും ഉണ്ട്. സിംതേരിയിൽ ഓരോ കുഴിയിലും പോയി നിന്ന് ഞങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വിഷയം കാണുകയെ എൻ്റെ അടുത്തൊരു അച്ഛൻ നിൽക്കുന്നു, ഒരു വെള്ളം ഉടുപ്പിട്ട് ഒരു അച്ഛൻ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ട്. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്ന ഈ ബ്രദറിനോട് പറഞ്ഞു, എൻ്റെ ആത്മീയ ഗുരുവായ ഡോൺ ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ എനിക്ക് അച്ഛനാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാനൊരു അച്ഛനെ കണ്ടു. ബ്രദർ പറഞ്ഞു, ഇപ്പം നീ പോകണ്ട, നിനക്ക് വിളിയുണ്ടെങ്കിൽ കർത്താവ് നിന്നെ കൊണ്ടുപോകും,
ഇപ്പം നീ പ്രാർത്ഥിക്കുക. കാരണം പ്രയറിലേക്ക് വരുന്ന എല്ലാവർക്കും ഇങ്ങനെ തോന്നലുണ്ടാവും. ആ തോന്നൽ യാഥാർത്ഥ്യമാവണമെന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. നിന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഒരു അച്ഛനാവും. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം വീണ്ടും ഈ പ്രാർത്ഥനയോട് ചേർന്ന് എല്ലാ ദിവസവും ഞങ്ങൾ ജോലി കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ നിൽക്കുന്ന അവസ്ഥ, ജോലിയുണ്ട്, കയർ ഫാക്ടറിയിലാണ് ജോലി ഒക്കെ നഷ്ടമായി. സമരം വന്നു, കയർ മേഖലയിൽ സമരം വന്നപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ള കേബിൾ ടി വി നടത്തുന്ന ഒരു മുതലാളിയോട് ഞങ്ങളുടെ ബ്രദർ പറഞ്ഞു ഞങ്ങളെ കൂടെ ഒന്ന് ജോലിക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ അന്ന് മാസം 1500 രൂപ ശമ്പളത്തിന് ഞങ്ങളവിടെ ജോലിക്ക് കയറി. അങ്ങനെ ജോലിക്ക് കയറി ജോലിയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു കൂട്ടായ്മ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനത്തോട് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ആ കേബിൾ ടി വി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ച് പൈസ കിട്ടി. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ആ വാർഡിനടുത്തുള്ള കുറച്ച് മേഖലയിൽ കേബിൾ ടി വി സ്വന്തമായിട്ട് നടത്താൻ വേണ്ടി കർത്താവ് ഒരു അനുഗ്രഹം തന്ന് ആ കേബിൾ ടി വിക്ക് മാതാവ് കാണിച്ചു തന്ന പേരാണ് റോസറി കേബിൾ നെറ്റ്വർക്ക്. ഞാൻ കളക്ഷന് വേണ്ടി വീടുകളിൽ ചെല്ലുമ്പോൾ ആൾക്കാരെന്നെ വിളിച്ചു തുടങ്ങി, ഇതേ റോസറി വരുന്നു. അങ്ങനെ ആ പേര് എൻ്റെതായി മാറി. ഞാൻ അങ്ങനെ സിബി റോസറി എന്ന പേര് ഞാൻ എടുത്തു. പ്രിയമുള്ളവർ, അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഡൊമിനിക് ബ്രദറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി IMS ഞാൻ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ IMS പോയി കൗൺസിലിംഗ് കോഴ്സ് പഠിച്ച് അവിടെ തന്നെ കൗൺസിലറായിട്ട് ജോലി ചെയ്യുമ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിൽ ഈ അച്ഛനാകണമെന്നുള്ള ആഗ്രഹം വരിക. അങ്ങനെ ഞാൻ ഞങ്ങളുടെ അതുലച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് അച്ഛനാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അച്ഛൻ പറഞ്ഞു IMS ചോദിക്ക്, IMS വൊക്കേഷൻ പ്രൊമോട്ടറോട് നീ ചോദിക്ക്. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ IMS വൊക്കേഷൻ പ്രൊമോട്ടറോട് അച്ഛനാണെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് IMS ലൈറ്റ് വൊക്കേഷൻ എടുക്കത്തില്ലെന്ന്. അന്ന് എനിക്ക് 30 വയസ്സായി. അങ്ങനെ എൻ്റെ ജീവിതം അവിടെ അവരെ കൊട്ടിയടച്ചു. എൻ്റെ ആ മോഹങ്ങൾ വീണ്ടും ഞാൻ മടക്കി വെച്ചു. ഞാൻ എൻ്റെ ജോലിയും പ്രാർത്ഥനയും IMS കൗൺസിലിങ്ങുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിനിടയിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി തൊടുപുഴയിൽ ഒരു കൊച്ചിനെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയി. എല്ലാം വാക്കും കൊടുത്ത് കല്യാണം കഴിക്കുന്ന ഉറപ്പ് പറഞ്ഞ് തിരിച്ചു വന്നു. പക്ഷേ ചെറിയ സാഹചര്യം കാരണം ആ കല്യാണം മുടങ്ങിപ്പോയി. വീണ്ടും ഞാൻ എൻ്റെ പഴയ ജോലിയും മേഖലയൊക്കെയായിട്ട് മുമ്പോട്ട് പോവുകയാണ്, പ്രവർത്തനമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് IMS തന്നെ അതിലൊച്ച ഞങ്ങളെയും കൊണ്ട് കാശിയിൽ അവരുടെ ആസ്ഥാനമായ കാശി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെയും കൊണ്ട് പോകുന്നത്. അന്ന് അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ അന്ന് വൈകുന്നേരം അതിലൊച്ചൻ എന്നെയും കൊണ്ട് കാശി രൂപതയിലെ വൊക്കേഷൻ പ്രൊമോട്ട് നടത്തി വന്നു. അതിലൊച്ചനോട് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്നെ അച്ഛനാക്കണം എന്നുള്ള. അച്ഛൻ്റെ ആഗ്രഹം എന്നെയും കൊണ്ട് അച്ഛൻ വൊക്കേഷൻ പ്രൊമോട്ട് നടത്തി വന്നു. അച്ഛൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. വൊക്കേഷൻ പ്രൊമോട്ടർ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് അഡ്രസ്സും ഒക്കെ എഴുതി വാങ്ങിച്ചിട്ട് പറഞ്ഞു സമയമാകുമ്പോൾ വിളിക്കാം, പൊക്കോളൂ തന്നു. അന്ന് വൈകുന്നേരം സഫർ കഴിഞ്ഞപ്പോൾ അതിലച്ഛൻ എനിക്കൊരു ഹിന്ദി ബൈബിൾ കൊണ്ട് തന്നു. എൻ്റെ ജീവിതത്തിൽ ആപ്പാടെ എനിക്ക് അറിയാവുന്ന 2 വാക്കാണ് ആയും കായും. വേറെ ഒന്നും എനിക്ക് ഹിന്ദിയിൽ അറിയില്ല. ഞാനോർത്ത് എന്തിനാണ് എനിക്ക് ഹിന്ദി ബൈബിൾ. അങ്ങനെ ആ ബൈബിൾ ഞാൻ എൻ്റെ മുറിയിൽ സൂക്ഷിച്ചു. കുറേ നാളത് അവിടെ തന്നെ ഇരുന്ന് തൊട്ടില്ല, അവിടെ തന്നെ ഇരിക്കുമോ. ഞാൻ IMS കൗൺസിലിങ്ങും ശുശ്രൂഷയായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ആലപ്പുഴ രൂപതയിലെ മധ്യവിര സമിതിയിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എഡ്വേർഡ് അച്ഛനെ പരിചയപ്പെടുന്നത്. അങ്ങനെ എഡ്വേർഡ് അച്ഛൻ്റെ കൂടെയുള്ള ജീവിതം എന്നെ കൂടുതൽ ആത്മീയതയിലേക്ക് നയിച്ചു. ഒരു സഹോദരനെ പോലെ എന്നെ കൊണ്ടു നടന്നു. ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ കൂടെ കൂട്ടി മേടയിൽ കിടന്നുറങ്ങി. അച്ഛനോടൊപ്പം കൂടുതൽ ആഴത്തിൽ പോയപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് അച്ഛനാവണമെന്നുള്ള ആഗ്രഹം വരികയും. അങ്ങനെ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് അച്ഛനാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. ലാസ്റ്റ് ഞാൻ നിർബന്ധിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ആലപ്പുഴ രൂപതയിൽ ചോദിച്ചു. പക്ഷേ ആലപ്പുഴ രൂപതയും എൻ്റെ മുമ്പിൽ അവരുടെ വാതിലടച്ചു. കാരണം അവരും പറഞ്ഞു ലൈറ്റ് വൊക്കേഷൻ എടുക്കില്ല. വീണ്ടും IMS ശുശ്രൂഷ, മധ്യവീര സമിതിയിലെ ശുശ്രൂഷയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ മധ്യവീര സമിതിയിൽ ഞാൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ അപ്പൻ്റെ അനിയനെയും കൊണ്ട് ഈ ധ്യാനം കൂടാൻ വേണ്ടി മദ്യപാനികൾക്ക് വേണ്ടി നടത്തുന്ന ഈ ധ്യാനം കൂടാൻ വേണ്ടി ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നു. അങ്കിളിനെ കള്ളം പറഞ്ഞാൽ കൊണ്ടുവന്നു. ശരിക്കും അങ്കിളിനോടെയും കള്ളം, കാരണം അങ്കിൾ നന്നായിട്ട് കുടിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്കിൾ ഒരിക്കലും വിളിച്ചാൽ വരാത്ത കൊണ്ട് പൊറോട്ട അടിക്കുന്ന അങ്കിളിനെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അങ്കിളിനെ പൊറോട്ട അടിക്കണം എന്ന് കൊണ്ടുവന്നതാണ്. ആ കൊണ്ടുവന്ന അങ്കിളിനെ അകത്തുകൊണ്ട് പൂട്ടിയിട്ട് അങ്കിൾ രക്ഷപ്പെട്ട് കാണണമെന്നൊരു ആഗ്രഹം കൊണ്ട് അങ്കിളിനകത്തുകൊണ്ട് പൂട്ടിയിട്ട്. പക്ഷേ അങ്കിള് ആദ്യത്തെ ദിവസം തന്നെ എവിടെയോ ഏതോ വാതിൽ തുറന്ന് അങ്കിള് പുറത്തു പോവുകയും ചെയ്തു. പുറത്തു പോയിട്ട് വീണ്ടും ഈ കൂടി തുടങ്ങി. വീട്ടുകാരും അടുത്തു. വീട്ടുകാർ പ്രാർത്ഥിച്ച് ആൻറ്റിയും മക്കളും ഒക്കെ പ്രാർത്ഥിച്ച് മടുത്തു. ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അങ്കിളിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ഒരു ദിവസം ഞാൻ കേൾക്കുന്നത് IMS ശുശ്രൂഷ കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് അങ്കിള് സൂയിസൈഡ് ചെയ്തു. റെയിൽവേ ട്രാക്കിൽ അങ്കിള് മദ്യപിച്ച് ട്രെയിനിൻ്റെ മുമ്പിൽ നിന്ന് ട്രെയിനും വന്ന അങ്കിളിൻ്റെ ശരീരങ്ങളെ പീസാക്കി മുറിച്ചു. കൈയും കാലും തലയും എല്ലാം പീസായി മുറിച്ച് അങ്കിളിൻ്റെ ആ ചേതനേറ്റ ശരീരം റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഈ മദ്യം സമ്മാനിച്ച ദുരന്തം, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായി. ഇപ്പോഴും ആ മുഖം എൻ്റെ മുമ്പിൽ നിന്ന് പോയിട്ടില്ല. അന്ന് മുതൽ ഈ മദ്യത്തിനോടുള്ള ദുരാസക്തി മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആത്മാർത്ഥയോടെ പ്രവർത്തിച്ചു. എൻ്റെ അച്ഛനോട് ചേർന്ന് ഇപ്പോഴും എൻ്റെ രക്തത്തിൽ ഓടുന്നതും ഈ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ജ്വരയാണ്.
പ്രിയമുള്ളവർ, മദ്യം തകർക്കുന്ന കുടുംബം, എൻ്റെ അങ്കിളിൻ്റെ ദുരവസ്ഥ, ആ കുടുംബത്തിനുണ്ടായ നഷ്ടം, എനിക്കുണ്ടായ നഷ്ടം, എൻ്റെ എൻ്റെ കയ്യിലിരുന്നുകൊണ്ട് അങ്കിൾ നോക്കി ആ നോട്ടം എൻ്റെ മുമ്പിൽ നിന്ന് മാറിയിട്ടില്ല. അങ്ങനെ ആ പ്രവർത്തനമായിട്ട് ഞാൻ മുമ്പോട്ട് പോയി. അച്ഛൻ്റെ കൂടെ ആ ക്യാമ്പ് തുടങ്ങുമ്പോൾ 8 ദിവസവും ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ആ ധ്യാനാനന്തരത്തിൽ 8 ദിവസവും അവരോടൊപ്പം നിന്ന് ശുശ്രൂഷിച്ച് രാത്രി അവിടെ കിടന്ന് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് അവർ തിരിച്ചു ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഈ മദ്യം നിർത്തിയ ഒരു മനുഷ്യൻ്റെ ജീവിതം കാണുമ്പോഴാണ്. അവരുടെ ജീവിതം കാണുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെയായിരുന്നാലും ഈ ഒരു 8 ദിവസത്തെ ക്യാമ്പ് എവിടെ ഉണ്ടായാലും ഞാൻ അവിടെ തന്നെ പോയിരിക്കും. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും മാറ്റിവെച്ച്, എല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ച് ആ ഒരു ക്യാമ്പിന് പങ്കെടുക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ നിന്ന് ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഉള്ള ജീവിതം വീണ്ടും എന്നെ ഈ ആത്മീയ ജീവിതത്തിലേക്ക് മുൻപോട്ട് കൊണ്ടുപോയി. എൻ്റെ അച്ഛനാകണമെന്നുള്ള ആഗ്രഹം വന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് വീണ്ടും മുറിഞ്ഞു. പിന്നെ അതുലച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ധീരജച്ഛനെ കാണാൻ വേണ്ടി ഞാൻ പോകുന്നത്. ധീരജച്ഛൻ ഡൽഹിയിലെ സാന്ത്വന കമ്മ്യൂണിറ്റി നടത്തുന്ന അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു അവിടെ വന്ന് മിഷൻ പ്രവർത്തനം ചെയ്യാം. അങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഡൽഹി പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടുകാരോടും യാത്ര പറഞ്ഞ് പോകാൻ വേണ്ടി ഇരിക്കുക. തലേന്ന് രാത്രിയിൽ അപ്പനോ അമ്മയൊക്കെ ആരോടൊക്കെ ചെന്ന് പരാതി പറഞ്ഞു. കാരണം അവർക്ക് ഒറ്റ മോനാണ്. എൻ്റെ യാത്ര അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാതായി. അവർ കരച്ചിലായി. പോകുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ എഡ്വേർഡ് അച്ഛനും ഡൊമിനിക് ബ്രദറും ആലപ്പുഴ തന്നെ ഒരു സൈമൺ അച്ഛനുണ്ട്, സൈമൺ അച്ഛനും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നീ പോകാൻ പറ്റില്ല, നീ ഇവിടെ നിന്ന് ചെയ്യുന്ന ശുശ്രൂഷയാണ്, നീ IMS കൗൺസിൽ ചെയ്യുന്നുണ്ട്, മധ്യവീർ സമിതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നീ ശുശ്രൂഷ തന്നെ ചെയ്താൽ മതി, നീ അവിടെ പോകേണ്ട ആവശ്യമില്ല, അവിടെ നിൻ്റെ വീട്ടിൽ അപ്പനെ അമ്മയെ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ, നീ പോകണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ ഉപദേശിച്ച് രാത്രി അവിടെ തന്നെ അവർ കുത്തിയിരുന്നു. അവസാനം വാക്ക് കൊടുക്കേണ്ടി വന്നു അവർക്ക്. അവരെന്നോട് ചോദിച്ചു, നീ വാക്ക് തരാൻ ഞങ്ങളുടെ നിന്ന് പോകത്തില്ല. അവിടെ ഞാൻ അവർക്ക് വാക്ക് കൊടുത്ത് ഞാൻ പോകുന്നില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ആ പൈസ കൊണ്ട് എഡ്വേർഡ് അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത പൈസയാണ്, അച്ഛനെടുത്തോ പൈസ. എന്നിട്ട് ഞാൻ കത്തീഡ്രലിൽ വന്നിരുന്ന് അൾത്താരയിൽ നോക്കി ക്രൂശിതനായ കർത്താവിന് മുമ്പിൽ നോക്കി നിന്ന് കരയുക. കർത്താവേ, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു, എൻ്റെ അപ്പനെ അമ്മേനെ ഞാൻ ഉപേക്ഷിച്ചു, എൻ്റെ കേബിൾ ടി ഉപേക്ഷിച്ചു, സകലത് ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടും നിനക്കെന്നെ വേണ്ടേന്ന് ചോദിച്ചു. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കരയുമ്പോൾ കർത്താവ് എനിക്കൊരു ദർശനം തന്നു. എൻ്റെ ജീവിതത്തിൽ 2ാമത്തെ ദർശനം ഒരു പൈപ്പിൻ്റെ ടാപ്പ് കാണിച്ചു തരികയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നറിയാതെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താണ് ഇതിൻ്റെ അർത്ഥം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന വൊക്കേഷന് വേണ്ടിയിട്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് ദൈവവിളി കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷെ നീ കാണിക്കുന്ന ടാപ്പ്. കർത്താവ് എന്നോട് പറഞ്ഞു വന്നു, ഈ പൈപ്പിനകത്ത് വെള്ളമുണ്ട്, പക്ഷേ ഈ പൈപ്പിനകത്ത് വെള്ളം നിനക്ക് കിട്ടണമെങ്കിൽ അത് തുറക്കണം. നീ ടിക്കറ്റും ക്യാൻസൽ ചെയ്തിട്ട് നിനക്ക് കിട്ടിയ വിളി ഉപേക്ഷിച്ച് നീ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് കരയുക. നീ പോണം, നിനക്ക് വിളിയുണ്ട്, നീ പോണം, നീ ഇറങ്ങി തിരിച്ചാൽ നിനക്ക് ആ വിളി കിട്ടുമെന്ന് വളരെ വ്യക്തമായിട്ട് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ അവിടെ നിന്നൊരു തീരുമാനം എടുത്തു. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ചാൻസ് വന്നാൽ ആരുടെ മുമ്പിൽ ഞാൻ പരാജയപ്പെടത്തില്ല, ആരെതിർത്താലും ഞാൻ പോകുമെന്ന് എൻ്റെ ഈശോയുടെ മുമ്പിൽ ഞാൻ വാക്ക് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഇതുള്ളവരെ വീണ്ടും ഞാൻ കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങി എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ജോലി, എൻ്റെ IMS ശുശ്രൂഷ, മധ്യവീർ സമിതി പ്രവർത്തനം, അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്നെ കാണുന്നവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്താ പെണ്ണ് കെട്ടാത്ത? അവരോടൊക്കെ എനിക്ക് പറയാനുണ്ടായിരുന്നതും ഇത്രമാത്രമാണ്, അച്ഛനാവണമെന്നുള്ള ആഗ്രഹം. പെണ്ണ് കാണാൻ വേണ്ടി പോയ വീട്ടിലും ആ പെണ്ണിൻ്റെ ആൻറ്റി എന്നോട് ചോദിച്ചു, സിബി എന്താ എത്ര നാളും കല്യാണം കഴിക്കാതിരുന്നത്? ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് അച്ഛനാകാൻ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി ചോദിച്ചു, ഇപ്പം ആഗ്രഹമില്ലേ? ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മുമ്പിൽ ഞാൻ പെണ്ണ് കെട്ടാൻ വാക്ക് കൊടുത്ത പെണ്ണിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട്. പ്രിയമുള്ളവർ, ഈ തീക്ഷ്ണമായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടാവാം കർത്താവ് എന്നെ കൈവിട്ടില്ല, കർത്താവ് എന്നെ കൊണ്ടുനടന്നു. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരു ചാൻസ് ദൈവം തരികയാണ്. ഞങ്ങളുടെ IMS തന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൻറ്റിയുടെ ഹസ്ബൻഡ് നമ്മുടെ ചേർത്തലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് ആ അങ്കിളിനെ കാണാൻ വേണ്ടി ഞാൻ ചെല്ലുന്ന അവസരത്തിൽ അങ്കിൾ എന്നോട്, അവിടെ നിന്നവരെല്ലാം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ കാണുന്നവർ ചോദിക്കുമ്പോൾ ചോദിച്ച പോലെ, എന്താ സിബി പെണ്ണ് കെട്ടാത്തത്? അന്ന് ആൻറ്റി പറഞ്ഞു, ഇവൻ അച്ഛനാകാൻ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അന്ന് ആൻറ്റിയുടെ കൂടെ ഉണ്ടായിരുന്ന കൃപാസനത്തിലെ എഡ്വേർഡ് ബ്രദർ പറഞ്ഞു, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ മധ്യപ്രദേശിൽ അച്ഛന് വേണ്ടിയിട്ട് മധ്യപ്രദേശിൽ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ ഇനി അങ്ങനെ ഒരു ചാൻസ് കിട്ടുമെങ്കിൽ ബ്രദർ വിളിച്ചു, ഉറപ്പായിട്ട് ഞാൻ വരും. അങ്ങനെ വാക്ക് കൊടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് സന്തോഷത്തോടെ പോവുകയാണ്, പ്രാർത്ഥനയോടെ പോവുക. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു,
മധ്യപ്രദേശിലുള്ള ഒരു അച്ഛൻ അത് അർത്തിങ്കൽ വന്നിട്ടുണ്ട്, അച്ഛനെ പോയി കാണ്, അച്ഛൻ നിന്നോട് സംസാരിക്കുന്നു. അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ അർത്തിങ്കൽ ചെന്നു. അച്ഛൻ എന്നോട് ഒരുപാട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, അവിടെയുള്ള അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സിബി ഒരാഴ്ച പ്രാർത്ഥിക്ക്, നീ നന്നായിട്ട് പ്രാർത്ഥിക്ക്, ദൈവം നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആലപ്പുഴ അർത്തിങ്കൽ മുതൽ എൻ്റെ വീട് വരെ ബൈക്കിലിരുന്ന് ഞാൻ കരഞ്ഞോണ്ട് വരിക, എൻ്റെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കർത്താവേ നീ എന്നെ വിളിക്കണേ. കാരണം ഞാൻ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എഡ്വേർഡച്ചൻ കുമ്പസാരത്തിൻ്റെ ക്ലാസ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ ചിറ്റൂർ വിടുന്നുണ്ട്. ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ പോയി കുമ്പസാരത്തിൻ്റെ ക്ലാസ് കേട്ട് അന്ന് അവിടെ ഈശോയുടെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന മൂവി ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ അടങ്ങാത്തൊരാഗ്രഹം തോന്നി, ഈശോയ്ക്ക് വേണ്ടി മരിക്കണം, ഈശോയ്ക്ക് വേണ്ടി ഒരു തീഷ്ണതയുള്ള ഒരു മിഷണറിയായി മരിക്കണം എന്നൊരാഗ്രഹം തോന്നി. അന്ന് ഞാൻ വാക്ക് കൊടുത്ത, കർത്താവേ എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ ആ തീരുമാനമായിട്ട് ഞാൻ മധ്യപ്രദേശിൽ പോകാൻ വേണ്ടി കൊതിയായിട്ട് ആഗ്രഹിച്ച് എൻ്റെ ബൈക്കിലിരുന്ന് ഞാൻ കരയുക. ആലപ്പുഴയിൽ അർത്തിങ്കൽ മുതൽ ആലപ്പുഴ വരെ ഇരുന്ന് കരഞ്ഞ് കർത്താവിൻ്റെ വിളിക്കണേ വിളിക്കണേ വിളിക്കണം എന്ന ഒറ്റ പ്രാർത്ഥന. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, സിബി ഗുജറാത്തിൽ പോകാനുള്ള ടിക്കറ്റ് എടുത്തോ, അവിടുന്ന് നിന്നെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോയിക്കോളും, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പോകേണ്ട അഡ്രസ്സൊക്കെ പറഞ്ഞു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് സ്റ്റേഷനിൽ നിന്ന് ഞാൻ നേരെ ചെന്നത് എഡ്വേർഡച്ചൻ്റെ അടുത്താണ്. അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ മധ്യപ്രദേശിൽ പോവുകയാണ്, മിഷണറി ആയിട്ട് പോവുകയാണ്, അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് വരരുത്, വന്നാലും ഞാൻ പോകും. അന്നൊരു വാക്കച്ഛനോട് ഞാൻ പറഞ്ഞു, ഞാൻ പോകും. അങ്ങനെ എല്ലാവരോടും ഞാൻ യാത്ര പറഞ്ഞു. 33-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും അനിയത്തെയും വീട്ടിലാക്കിയിട്ട് അവരുടെ എതിർപ്പ് പരിഗണിക്കാതെ ഞാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പുതിയൊരു ജീവിതം തുടങ്ങി. ഞാൻ മധ്യപ്രദേശിലെത്തി. കൊയിനോണിയ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ഉള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ചെന്നു. അവരെന്നെ സ്വാഗതം ചെയ്തു. അവരോടൊപ്പം നിന്ന് ഞാൻ ഹിന്ദി പഠിച്ചു തുടങ്ങി. അവിടെ വെച്ച് ഞാൻ ഹിന്ദി ബൈബിൾ എടുത്തപ്പോഴത്തേക്ക് അതിലച്ഛനിലൂടെ ദൈവം നേരത്തെ കണ്ടുവച്ച, വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുവച്ച നിയോഗം എനിക്ക് വെളിപ്പെടുത്തി കിട്ടി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹിന്ദി ബൈബിൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഞാൻ വീട്ടിൽ സൂക്ഷിച്ച ഹിന്ദി ബൈബിൾ, ആ ബൈബിൾ ഞാൻ ആദ്യമായിട്ട് തുറക്കുന്നത് അതിലച്ഛൻ മരിച്ച ദിവസം 2010. അന്ന് ഞാൻ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടാക്കി, നിനക്ക് വേണ്ടി അച്ഛൻ ഏതോ ഒരു വചനമാണ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ അത് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കണ്ടു, സഖ്യവിസ്തനോട് കർത്താവ് പറഞ്ഞ വചനം, വേഗം ഇറങ്ങി വരിക. അച്ഛനോടെ കർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വർഷങ്ങളെടുത്തു അതൊരു വിളിയായി തീരാൻ വേണ്ടി. പ്രിയമുള്ള 22-ാമത്തെ വയസ്സിൽ ഞാൻ കണ്ട സ്വപ്നം പൂർത്തിയാകാൻ വേണ്ടി, ആ യാത്രയായി തീരാൻ വേണ്ടി 11 വർഷമാണ് ഞാൻ കാത്തിരുന്നത്. ആ കാത്തിരിപ്പിനൊടുവിൽ കർത്താവിനെ വിളിച്ചപ്പോൾ, മധ്യപ്രദേശിലേക്കുള്ള യാത്ര കർത്താവ് എനിക്ക് തന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ മധ്യപ്രദേശിൽ പോയി അമ്മ ഒരു വർഷം മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർ എന്നെ വിളിക്കുമ്പോൾ, ബന്ധുക്കൾ എന്നെ വിളിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത്, നിന്റെ അമ്മ കരയുക, വീട്ടിൽ ഇരുന്ന് നിനക്ക് വേണ്ടിയിട്ട് നിന്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചു. അമ്മയ്ക്ക് എന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല. ഞാൻ ജോലി കഴിഞ്ഞ് താമസിച്ച് വരുമ്പോഴും പടിപ്പുരയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയെ കാണുന്നത്. എന്നും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മയാണ്. ആ അമ്മയ്ക്ക് ഇത്ര നാളും അമ്മയൊക്കെ എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. അമ്മ കരഞ്ഞിരിക്കുകയാണ്. പൈപ്പിൽ വെള്ളമെടുക്കാൻ പോകുമ്പോഴും കാണുന്നവരോട് പറയും, എൻ്റെ മോനെ കാണുന്നില്ല, എൻ്റെ മോനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കും. കൂട്ടുകാരോട് പറയും, നിങ്ങൾ അവനോട് പറ, അവനിവിടെ വരാൻ പറ, അവനോട് ചെയ്യുന്ന ശുശ്രൂഷയല്ലേ, എന്തിനാണ് അത്ര ദൂരം പോയി കിടക്കുന്നത്. അങ്ങനെ അമ്മ കരഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു, അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, നീ തിരിച്ചു വരണം. ഞാൻ അവിടുന്ന് ട്രെയിൻ കയറി നാട്ടിലെത്തി. അമ്മ കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കുക. അമ്മയ്ക്ക് പുറംവേദനമായിട്ട് കൊണ്ടുവന്ന് ഡോക്ടർമാർ പരിശോധിച്ചു. അസുഖം എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക്, അടുക്കാറായപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി. ബയോപ്സി എടുക്കാൻ വേണ്ടിയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അത് പറ്റുന്നില്ല, എടുക്കാൻ പനിയായി. അമ്മയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുക. അങ്ങനെ അന്ന് വെന്റിലേറ്ററിൽ കിടന്ന് എൻ്റെ അമ്മ യാത്രയായി. ഈശോ അടുത്തേക്ക് അമ്മ പോയി. അന്ന് എനിക്ക് ഒരു കാര്യം എനിക്ക് ഈശോ മനസ്സിലാക്കി തന്നു. അമ്മയുടെ കണ്ണീര് നിർത്തണമെങ്കിൽ 2 ഓപ്ഷനാണ് എൻ്റെ ഈശോക്ക് മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ എന്നെ അമ്മയ്ക്ക് തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ അമ്മയെ ഈശോ അടുത്തേക്ക് കൊണ്ടുപോകണം. ഈശോ 2ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. എൻ്റെ അമ്മയെ ഈശോ കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, അമ്മയുടെ അടക്കത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലിരുന്ന് എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിന്റെ പ്ലാൻ എന്താ ഇനി? ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ തിരിച്ചു പോകും. 7ന്റെ കുർബാന കഴിഞ്ഞ് 8ാം ദിവസം ഞാൻ തിരിച്ചു പോകുന്ന അവരോട് പറഞ്ഞു. അന്ന് എനിക്ക് ആ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. എൻ്റെ അപ്പൻ കണ്ണീരോടെ എന്നെ നോക്കി. അവരോട് പറഞ്ഞു, ഇനി എന്നെ നോക്കാൻ ആരുണ്ട്? അവൻ പോണ്. അപ്പം പറയും, കണ്ട അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഇനി എന്നെ നോക്കാൻ ആരുണ്ട്? അവൻ്റെ അനിയത്തെ നോക്കാൻ ആരുണ്ട്? ഞാൻ പോണു. പ്രിയമുള്ളവരെ, ഞാൻ ആ അപ്പൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയാം, അപ്പ എൻ്റെ ജീവിതമാണ്, എന്നെ ദൈവം വിളിച്ചതാ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. എന്നോട് ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിനക്ക് വിളിയുണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളപ്പാന്ന്. എല്ലാവരും എതിർത്തു. എല്ലാവരും പറഞ്ഞു, നീ പെണ്ണ് കെട്ടി അപ്പനെ നോക്കി കുടുംബത്തിൽ ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാക്കിന് മുമ്പിൽ
ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ കണ്ണടച്ചില്ല. ദൈവത്തിന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോകും. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അന്നെടുത്ത ശരിയാണെന്ന് എൻ്റെ ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തുന്ന ദിവസം ഉണ്ടായിട്ടുണ്ട്. അവസാനം ഒരു അങ്കിൾ മാത്രം പറഞ്ഞു അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അവൻ പൊയ്ക്കോട്ടെ. അമ്മയുടെ അടക്കം കഴിഞ്ഞ് കുഴിയാഴ്ച കഴിഞ്ഞ് 8-ാം ദിവസം ഞാൻ ട്രെയിൻ കയറി. എൻ്റെ അപ്പനെയും അനിയത്തിയെയും വീട്ടിലാക്കി ഞാൻ പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പന് സുഖമില്ല, അപ്പൻ ICUവിലാണ്, നീ തിരികെ വരണം. അപ്പൻ അറ്റാക്ക് വന്നു. ഞാൻ വീണ്ടും, അത് ഒരു നോമ്പ് കാലമാണ്, കുരിശിൻ്റെ വഴി പ്രാർത്ഥനയും കഴിഞ്ഞ് ദുഃഖവെള്ളിയാഴ്ച ഞാൻ അവിടെ നിന്ന് ട്രെയിൻ കയറി. ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ ഞാൻ നാട്ടിലെത്തി. 1.5 ദിവസം ട്രെയിനകത്തിരുന്ന് ഞാൻ കരഞ്ഞു. കർത്താവിനോട് ഞാൻ പലതും ചോദിച്ചു. കർത്താവേ, ഞാൻ എല്ലാവരും ഉപേക്ഷിച്ചു നിന്റെ പുറകെ വന്നു. എൻ്റെ ജോലി ഞാൻ ഉപേക്ഷിച്ചു, എൻ്റെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു, എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു, ഇപ്പം എൻ്റെ അപ്പൻ ICUവിലാണ്. എനിക്ക് നിന്റെ പ്ലാൻ എന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് ഒരു വ്യക്തമായിട്ടുള്ള മറുപടി പോലും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. നാട്ടിലെത്തി അപ്പനെ ചെന്ന് കണ്ടു. അപ്പന് 6 ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പനെ കൊണ്ട് ലിസി ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോവുകയാണ്. ലിസി ഹോസ്പിറ്റലിൽ പോയി അപ്പനെ ബൈപ്പാസ് സർജറി ചെയ്തു. അപ്പൻ്റെ കൂടെ 6 മാസം ഞാൻ നാട്ടിലാണ്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ല. എൻ്റെ മോഹങ്ങളെല്ലാം പാതി വഴി ഉടഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ കാട്ടിക്കൂട്ടിയവർ വിഡ്ഢിത്തമാണെന്ന് എനിക്കറിയില്ല. ചോദിച്ചിട്ടൊന്നിനും ഉത്തരം കിട്ടുന്നില്ല. ഇനി ഒരു തിരിച്ചു പോക്കുണ്ടെന്ന് അറിയില്ല. പ്രിയമുള്ളവരങ്ങനെ ഞാനിങ്ങനെ 6 മാസം അപ്പൻ്റെ കൂടെ പഴയ കേബിൾ ടിവിയും ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ 6 മാസം കഴിഞ്ഞ് അപ്പൻ എഴുന്നേറ്റ് നടക്കാറായപ്പോൾ അപ്പനോട് ഞാൻ ചോദിച്ചു, അപ്പ ഞാൻ തിരിച്ചു പോക്കോട്ടെ? അന്ന് എൻ്റെ അപ്പൻ പുഞ്ചിരിയോടെ പറഞ്ഞു, നീ പൊക്കോ. അന്ന് അപ്പൻ തന്നൊരു ധൈര്യമാണ് വീണ്ടും ഈ സമയത്തിലേക്ക് വന്നത്. ഞാൻ വീണ്ടും മധ്യപ്രദേശിലേക്ക് പോയി. പക്ഷെ അവിടെ ഒരു ബ്രദർഹുഡ് ലൈഫ് ആയതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് വർഷങ്ങളോളം എടുക്കും. ഒരു അച്ഛൻ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവരതിനെ വേണ്ടി പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ വീടിനടുത്ത് തന്നെ ഉള്ള ആഞ്ചലോ അച്ഛനെ വിളിച്ചു പറഞ്ഞു. കപ്പുച്ചൻ സഭയിലുള്ള ആഞ്ചലോ അച്ഛനോട്, വച്ചാ എനിക്ക് അങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ എടുക്കുമെന്ന് ചോദിച്ചു. കർത്താവ് എനിക്ക് വേണ്ടി തുറന്നിട്ടൊരു വഴിയായിരുന്നു. കാരണം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായത്, ഈ ആഞ്ചലോ അച്ഛൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞ് അച്ഛൻ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഉടുപ്പിട്ടൊരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചു. എൻ്റെ മോഹം കാരണം അച്ഛനാകണം എന്നുള്ള എൻ്റെ ഒരു കൊതി കാരണം അച്ഛൻ്റെ ഉടുപ്പിട്ട് ഞാൻ ഫോട്ടോ എടുത്തു വെച്ചു. പ്രിയമുള്ളവരെ, ആ ഉടുപ്പ് തന്നെ അന്ന് കർത്താവിനെ സ്നേഹിച്ച ദിവസം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ഓർക്കുക. അന്ന് ആ ഫോട്ടോ എടുത്ത് വെച്ചതുകൊണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അച്ഛനോട് ഞാൻ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, ധൈര്യത്തെ വാ, നീ ഇങ്ങോട്ട് പോരൂ. അങ്ങനെ കൊല്ലത്തുള്ള ഒരു വൊക്കേഷണൽ മോട്ടർ അച്ഛനെ ചെന്ന് കണ്ടു. ഞാൻ കപ്പൂച്ചൻ സഭയിൽ കയറി വർഷങ്ങൾ നീണ്ട ഫോർമേഷനിലൂടെ പോയി. 13 വർഷം ആ ഫോർമേഷനിലൂടെ പോയി. എൻ്റെ ജീവിതത്തിൽ കരഞ്ഞിരുന്ന ഒരു വർഷം ഉണ്ടായിരുന്നു. ഞാൻ ഫിലോസഫി എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും സീനിയർ മോസ്റ്റ്, ബാക്കിയുള്ള പിള്ളേരെല്ലാം കൊച്ചു പിള്ളേരാണ്. അവരോടൊപ്പം ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഫിലോസഫി എത്തിയപ്പോഴത്തേക്ക് ഒരു വർഷം എൻ്റെതല്ലാത്തൊരു കാരണത്താൽ ഡീപ്രൊമോട്ട് ചെയ്യേണ്ടി വന്നു. എല്ലാം ദൈവത്തിൻ്റെ നന്മയായിട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിലും അന്ന് ഞാൻ 1 വർഷം മുഴുവൻ ഞാൻ കരഞ്ഞു. എൻ്റെ ഫിലോസഫി ആയിട്ടിൽ ഞാൻ കരയാത്ത സ്ഥലങ്ങളില്ല. എൻ്റെ മുറിയിലും പ്രൊഫക്ടറിയിലും പള്ളിയിലും ചാപ്പലിലും ഇവൻ കളിക്കാൻ പോകുന്നിടത്ത് പോലും ഞാൻ ഇന്ന് കരഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചായിപ്പോയ നിമിഷങ്ങൾ. അവിടെയും എൻ്റെ കർത്താവ് എന്നെ പിടിച്ചു നിർത്തി. പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടും കർത്താവ് എന്നെ പിടിച്ചു നിർത്തി. കർത്താവ് എനിക്ക് ഉടുപ്പ് തന്ന് കർത്താവ് എന്നെ അച്ഛനായിട്ട് അഭിഷേകം ചെയ്തെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കർത്താവ് എന്നെയും പ്രതിസന്ധിയുടെ കടന്നുപോയിട്ടും കൈവിടാത്തൊരു ദൈവം എനിക്ക് വേണ്ടി തന്ന ഒരു വിളിയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ വിളി. പക്ഷെ എൻ്റെ മനസ്സിൽ ചെറിയൊരു സങ്കടം ബാക്കിയുള്ളത്, അപ്പനും ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അപ്പനെ നഷ്ടപ്പെട്ടു. ഡീക്കനായി കഴിഞ്ഞപ്പോഴത്തേക്ക്, ഡീക്കനാകുന്നതിന് മുമ്പ് 2 മാസം മുമ്പ് എൻ്റെ അപ്പനെ എനിക്ക് നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, അപ്പനും അമ്മയും എൻ്റെ ഓർഡിനേഷൻ്റെ കൂടെ ഇല്ലായിരുന്നു. അത് ദൈവത്തിൻ്റെ പ്ലാനാ, എനിക്കറിയില്ല എന്താണ്. ദൈവം വെച്ച് നീട്ടിയ സമ്മാനം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയാണ്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നത് എൻ്റെ ആൻറ്റിയും അങ്കിളുമാണ്. പ്രിയമുള്ളവരെ, എന്നാലും എൻ്റെ ദൈവം എന്നോട് കാണിച്ച വലിയൊരു സ്നേഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് പകരം വെക്കാൻ ഒന്നുമില്ല. അതിതീവ്രമായിട്ട് നീ ആഗ്രഹിച്ചാൽ നിനക്ക് തരും എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൻ്റെ അടയാളമാണ് ഈ ഉടുപ്പ്. 11 വർഷം ഞാൻ കാത്തിരുന്നു ഇത് യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി, എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. 22ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി ഞാൻ അച്ഛനാകുന്നത് 47ാമത്തെ വയസ്സിലാണ്. പ്രിയമുള്ളവരെ, ഈശോ തന്ന സ്നേഹം, അവസാനം തന്നെ കൈവിടാത്ത സ്നേഹം, അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന രക്ഷ പ്രാപിക്കുമെന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ അടയാളമാണ് ഈ ഉടുപ്പ്. ഞാൻ അവസാനമായിട്ട് എൻ്റെ ഓർഡിനേഷൻ്റെ കാർഡിൽ ഞാൻ അടിച്ചു വെച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ, ജീവിതത്തിൻ്റെ അവസാന നാളിൽ നീ തുന്നിച്ചേർത്ത ഈ പുതുവസ്ത്രത്തിൻ്റെ പരിശുദ്ധി പ്രാണൻ പോകുവോളവും കാത്തു സൂക്ഷിക്കാൻ നീ എനിക്ക് കൃപ തരണേ.
ആ പ്രാർത്ഥന ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കർത്താവെ, പാതി വഴി മിന്നിട്ട ജീവിതത്തോട് നീ തുന്നിച്ചേർത്ത പുതുവസ്ത്രത്തിന്റെ പരിശുദ്ധി പ്രാണൻ പോകുവോളം കാത്തു സൂക്ഷിക്കാൻ നീ എനിക്ക് കൃപ തരണമേ. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് സമ്മാനം തരാൻ ദൈവം കണ്ടുവച്ച ദിവസം 2025 മാർച്ച് 1-ാം തീയതിയായിരുന്നു. അന്നാ ദൈവം എന്നെ അൽത്താരയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. പ്രിയമുള്ളവർ, ഏതെങ്കിലും കടത്തിണ്ണയിലിരുന്ന് വീടിയും വലിച്ചിരിക്കേണ്ട എന്നെ കർത്താവ് അൽത്താരയിലേക്ക് ഉയർത്തിയത് അവൻ്റെ പ്ലാനാ. എൻ്റെ കാത്തിരിപ്പിന് ദൈവം നൽകിയ സമ്മാനം ഏറ്റവും കൂടുതൽ നന്ദിയോടെ ഞാൻ ഓർക്കുന്ന ദിവസം കൊല്ലത്ത് വെച്ച് അഭിവന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ കർത്താവ് എന്നെ അൽത്താരയിലേക്ക് ഉയർത്തിയത് എൻ്റെ നീണ്ട കാത്തിരിപ്പിൻ്റെ സമ്മാനമായി അവൻ തന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സമ്മാനവുമായി ദൈവം കാത്തിരിക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ദൈവം കാട്ടിത്തന്ന ദിവസം. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക, ഈശോയ്ക്ക് വേണ്ടി മാക്സിമം ആത്മാക്കളെ നേടുക. കർത്താവിന് വേണ്ടിയിട്ട് ആത്മാക്കളെ നേടി അവരെ സ്വർഗസന്നിധിയിലേക്ക് എത്തി അവരുടെ ഉള്ളിലേക്ക് കർത്താവിൻ്റെ സ്നേഹം കൊടുക്കാമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന എന്നെ സഭാധികാരികളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ എന്നെ അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വേണ്ട ഒരിടമാണ് ഹിമാചൽ പ്രദേശ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവണം. കുറഞ്ഞു പോകുന്ന ദൈവവിളികളെ കൂട്ടുവാനും ഒരുപാട് പേര് ഈശോയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന അവരായി മാറുവാനും തീഷ്ണതയുള്ള ആത്മാക്കളെ നേടുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും കൂടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് എളിമയോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. യേശുവേ, നിന്നെ എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു ഞാനിതാ. ജീവിതത്തിൻ